അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈം ഡൊമൈൻ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫോം കാണിച്ചിട്ടുണ്ട്. ഓഫ് എൻ nth ഓർഡർ സിസ്റ്റം ക്യാൻ ബി represented as sigma k equal to 0 to n a k y of n minus k equal to sigma k equal to 0 to m b k x raised to n minus k. Okay, where a k and b k are constant parameters. Okay, ഇതാണ് നമ്മൾ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്, ഡിഫറൻസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് there are two methods for analyzing the response of a discrete time system. നമ്മൾ കഴിഞ്ഞ കേസിൽ അതായത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിലും നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അനാലിസിസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ വിച്ച് പ്രൊവൈഡ്സ് ആസ് ദ സിസ്റ്റം റെസ്പോൺസ്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്, വി വിൽ ഗെറ്റ് ദ സിസ്റ്റം റെസ്പോൺസ്. ആൻഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കൺവല്യൂഷൻ സം മെത്തേഡാണ്. അത് വേറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ, അതായത് ഫസ്റ്റ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്നതെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. പക്ഷേ അവിടെ നമ്മൾ d/dt ഓഫ് എന്ന് പറഞ്ഞ ഫോമിൽ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലായിരുന്നു. ഇവിടെ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ ഫോമിലാണ്. ഓക്കെ, y ഓഫ് n മൈനസ് കെ അല്ലെങ്കിൽ x ഓഫ് n മൈനസ് കെ ഫോമിൽ. ഓക്കെ, അത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ സ്റ്റെപ്സും നമുക്ക് കഴിഞ്ഞ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, ദാറ്റ് ഈസ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ആൻഡ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. അതിൻ്റെ രണ്ടിൻ്റെയും സമ്മിനെ നമ്മൾ പറയുന്നതാണ് ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് ഇൻപുട്ട് ഈസ് സീറോ. അവിടെ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഇൻപുട്ട് എക്സ് ഓഫ് n ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് ഡിഫറൻസ് ഇക്വേഷൻസ് ആസ് സിഗ്മ k ഈക്വൽ ടു 0 to n a k y of n മൈനസ് k ഈക്വൽ ടു എന്ത് 0, RHS 0. ഇവിടെ RHSലാണ് നമ്മൾ ഇൻപുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സമ്മേഷനെ എക്സ്പാൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെ എഴുതുക, ആദ്യം കെയുടെ വാല്യൂ 0 to n ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 1, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 2, തേർഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ n ഈക്വൽ ടു 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ആദ്യം k ഈക്വൽ ടു 0 കൊടുക്കണം. k ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ a0 ഇൻറ്റു y ഓഫ് n പ്ലസ് k ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ a1 y ഓഫ് n മൈനസ് 1 പ്ലസ് a2 y ഓഫ് n മൈനസ് 2 പ്ലസ് a3 y ഓഫ് n മൈനസ് 3 പ്ലസ് എക്സെട്ര. ഫൈനലി എന്ത് വരും, a ക്യാപിറ്റൽ N y ഓഫ് n മൈനസ് n. അതാണ് ഫൈനൽ ഇക്വേഷൻ, ഫൈനൽ ടേം വരുന്നത് a n y ഓഫ് n മൈനസ് ക്യാപിറ്റൽ N ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഫോമിലുള്ളൊരു ഇക്വേഷൻ കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻപുട്ട് എക്സ് ഓഫ് n ഈക്വൽ ടു 0. ഇനി അടുത്ത് വരുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസ് ഓർ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ ഫോർ ദ ഗിവൺ ഇൻപുട്ട് വെൻ ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ 0. ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ഇൻപുട്ട് തന്നിട്ടുണ്ടാവും, ഇൻപുട്ട് ഏതാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനകത്ത് രണ്ട് പാർട്ടുണ്ട്. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് സൊല്യൂഷൻ പ്ലസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്, നമ്മുടെ ഫസ്റ്റ് നാച്ചുറൽ റെസ്പോൺസിൽ കിട്ടുന്ന ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓരോ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഫോമാറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദെൻ ഫൈനലി ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ, നാച്ചുറൽ റെസ്പോൺസ് ഫോർ
പ്ലസ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഫോർ ദ ഗിവൺ സിസ്റ്റം y ഓഫ് n മൈനസ് 1.5 y ഓഫ് n മൈനസ് 1 പ്ലസ് 0.5 y of n minus 2 equal to x of 1 with the initial conditions y of minus 1 equal to 0 and y of minus 2 equal to 0. Find the total response. Okay. അപ്പോൾ ടോട്ടൽ ഫൈൻഡ് ദ റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2 റൈസ് ടു n യു ഓഫ് എൻ. അപ്പോൾ നമുക്ക് റെസ്പോൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഡ്യൂ ടു ഫൈൻഡ് ദ റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2 റൈസ് ടു n യു ഓഫ് എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ടോട്ടൽ റെസ്പോൺസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ ടോട്ടൽ റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്. ആദ്യം നമുക്ക് നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കണം. നാച്ചുറൽ റെസ്പോൺസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ഗിവൺ ക്വസ്റ്റ്യൻ എഴുതുക. ഗിവൺ y ഓഫ് n മൈനസ് 1.5 y ഓഫ് n മൈനസ് 1 പ്ലസ് 0.5 y ഓഫ് n മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് n. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? ഇനി ഇതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടുപിടിക്കണം, ഓർ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻപുട്ട് എക്സ് ഓഫ് n ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ടു ഫൈൻഡ് homogeneous equation എന്താ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻപുട്ട് ടേംസ് ടു 0. അപ്പോൾ ഇൻപുട്ട് ടേംസ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഓഫ് n മൈനസ് 1.5 y ഓഫ് n മൈനസ് 1 പ്ലസ് 0.5 y ഓഫ് n മൈനസ് 2 ഈക്വൽ ടു RHS 0. ഇവിടെ ഒരു എക്സ് ഓഫ് എൻ്റെ ടേം ഉള്ളൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കണ്ടുപിടിക്കണം. ഹോമോജീനിയസ് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻപുട്ട് ടേംസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ y ഓഫ് t ഈക്വൽ ടു c e റൈസ് ടു ലാംഡ t എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹോമോജീനിയസ് സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം y(h of n is equal to lambda raised to n. Here the homogeneous solution എന്ന് പറയുന്നത് എന്താണ്? y(h of n equal to lambda raised to n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഓഫ് n പകരം ലാംഡ റൈസ് ടു n മൈനസ് 1.5 ലാംഡ റൈസ് ടു n പകരം n മൈനസ് 1 ആണ്, പ്ലസ് 0.5 y അല്ല ലാംഡ റൈസ് ടു n മൈനസ് 2 ഈക്വൽ ടു 0. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോളസ്റ്റ് ഡിഗ്രി എന്ന് പറയാം n മൈനസ് 2, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട് സൈഡ് എടുക്കുക. ഓക്കെ, അതായത് ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ഇക്വേഷനകത്ത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ടേം ഇതല്ലേ വരുന്നത്? അപ്പോൾ ഇതിനെ കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ ഇതിനകത്തുള്ള അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ അവിടെ നിർത്തിയിട്ട് ലാംഡയുടെ ടേമിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കണം. ഓക്കെ, വാരിയബിളിനെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ ഇവിടെ ലാംഡ റൈസ് ടു n മൈനസ് 2നെ ഔട്ട് സൈഡ് എടുക്കുക. ലാംഡ റൈസ് ടു n മൈനസ് 2 ഇൻറ്റു ഇവിടെ എന്തായിരിക്കും വരിക? ലാംഡ സ്ക്വയർ ആണ് നമുക്ക് കിട്ടേണ്ടത്, പക്ഷെ അതിനകത്തുനിന്ന് ലാംഡ റൈസ് ടു n മൈനസ് 2 നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാക്കി എന്തുണ്ടാവും? ലാംഡ സ്ക്വയർ. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ലാംഡ റൈസ് ടു n മൈനസ് 2 ഇൻറ്റു ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ലാംഡ റൈസ് ടു a ഇൻറ്റു ലാംഡ റൈസ് ടു b എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ് റൈസ് ടു a ഇൻറ്റു എക്സ് റൈസ് ടു b എന്ന് പറയുന്നത് x റൈസ് ടു a പ്ലസ് b
ഇവിടെ ലാംഡ റേസ് ടു n മൈനസ് 2 ഇൻറ്റു ലാംഡ സ്ക്വയർ ഇസ് ഈക്വൽ ടു ലാംഡ റേസ് ടു എന്ത് വരും n. ഇവിടെ ഞാൻ ലാംഡ സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്, ലാംഡ റേസ് ടു n ആണ് കേട്ടോ. y ഓഫ് n അല്ലേ, അപ്പോൾ ലാംഡ റേസ് ടു n. ഓക്കെ, അപ്പോൾ ലാംഡ സ്ക്വയർ ഇവിടെ പുറത്ത് വരും. ബാക്കി അടുത്ത ടേമിൽ എന്ത് വരും 1.5 എന്ത് വരും 1.5 ലാംഡ. ഓക്കെ, പ്ലസ് 0.5 ഈക്വൽ ടു 0. 0.5 ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ദെൻ ഈ ടേമിനെ നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാം, RHSലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാംഡ സ്ക്വയർ മൈനസ് 1.5 ലാംഡ പ്ലസ് 0.5 ഈക്വൽ ടു 0. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ റൂട്ട്സ് എന്ത് വരും, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ -b പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ റൂട്ട്സ് കിട്ടുന്നത് ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 1/2 ഓർ 0.5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ലാംഡ 1 ഈക്വൽ ടു 1 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു 0.5. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് വരുന്നതുകൊണ്ട് ലാംഡ 1 ലാംഡ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ജനറൽ ഫോം ഓഫ് ഹോമോജീനിയസ് സൊല്യൂഷൻ എഴുതണം. എന്നിട്ട് കഴിഞ്ഞതിൽ കണ്ടുപിടിച്ച പോലെ സിയുടെ ഫോമിലുള്ള ഇക്വേഷൻ എഴുതി C1 C2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസൊക്കെ കണ്ടുപിടിച്ചിട്ട് ജനറൽ ഫോം അത് YH ഓഫ് n ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നമ്മൾ 3 കേസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണെങ്കിൽ എങ്ങനെ വരിക, റിപ്പീറ്റഡ് റൂട്ടാണെങ്കിൽ എങ്ങനെ വരിക, അതുപോലെ തന്നെ കോംപ്ലക്സ് റൂട്ടാണെങ്കിൽ എങ്ങനെ വരിക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേ കേസസ് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ലാംഡ മൈനസ് ലാംഡ 1 ഇൻറ്റു ലാംഡ മൈനസ് ലാംഡ 2 എക്സെട്ര ലാംഡ മൈനസ് ലാംഡ nth റൂട്ട് ആകുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ നേച്ചർ ഓഫ് ദ നാച്ചുറൽ റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് റൂട്ട്സ്. അതായത് നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് റിയൽ ആവാം, ഇമാജിനറി ആവാം, കോംപ്ലക്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇനി ഈ റൂട്ട്സിനനുസരിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വരുന്ന സമയത്ത് ഇഫ് ദ റൂട്ട്സ് ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ആർ ഡിസ്റ്റിങ്ക്റ്റ്, then it has n solutions, that is C1 lambda 1 raised to k, C2 lambda 2 raised to k, Cn lambda n raised to k. In that case, the general solution is of the form YH of n equal to C1 lambda 1 raised to n plus C2 lambda 2 raised to n plus etc. Cn lambda n raised to n. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇഫ് ദ റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, ലാംഡ 1 ലാംഡ 2 എക്സെട്ര ലാംഡ n ആർ ഡിസ്റ്റിങ്ക്റ്റ്, ദെൻ YH of n ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഫോമിൽ എഴുതാം. വേർ C1 C2 എന്ന് പറയുന്നതൊക്കെ എന്താ, ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ദീസ് കോൺസ്റ്റൻറ്റ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ അപ്ലൈയിങ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഫോർ എക്സാമ്പിൾ, റൂട്ട്സ് എന്ന് പറയുന്നത് ലാംഡ 1 ഈക്വൽ ടു 3 ലാംഡ 2 ഈക്വൽ ടു 4 ആണെങ്കിൽ ദെൻ YH of n എന്ന് പറയുന്നത് എന്തായിരിക്കും, C1 3 raised to n പ്ലസ് C2 4 raised to n. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്. റിപ്പീറ്റഡ് റൂട്ട്സ് ആണെങ്കിൽ ഇഫ് എ റൂട്ട് ലാംഡ 1 ഈസ് റിപ്പീറ്റഡ് m ടൈംസ്, ഓക്കെ, ലാംഡ 1 ഈസ് റിപ്പീറ്റഡ് m ടൈംസ്, ദെൻ YH of n will be of the form C1 plus C2 n plus C3 n square plus etc. Cm n raised to m minus 1. m ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ 1 raised to n പ്ലസ്, ഇപ്പോൾ m ടൈംസ് ഇവിടെ C എഴുതി അല്ലേ, ഇനി അടുത്ത് Cm പ്ലസ് 1 ലാംഡ m പ്ലസ് 1 ഹോൾ റൈസ് ടു n പ്ലസ് എക്സെട്ര Cn ലാംഡ n റൈസ് ടു n. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കേസിലാണ് പറഞ്ഞ അതേപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അവിടെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതി C ലാംഡ റൈസ് ടു t എന്ന് പറഞ്ഞ ഫോമിൽ എഴുതിയില്ലേ, അതിന് പകരം ഇവിടെ C ലാംഡ റൈസ് ടു n എന്ന് പറഞ്ഞ ഫോമിലാണ് വരുന്നതെന്ന് മാത്രം. ഓക്കെ, C1 C2 t ലാംഡ റൈസ് ടു ടി അല്ല, E റൈസ് ടു ലാംഡ ടി എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി. ഓക്കെ, അവിടെ എക്സ്പൊണൻഷ്യൽ ഫോമിലായിരുന്നു നമ്മൾ എഴുതിയിരുന്നു, E റൈസ് ടു ലാംഡ ടി എന്ന് പറഞ്ഞ ഫോമിൽ, E റൈസ് ടു ലാംഡ ടി എന്ന് പറഞ്ഞ ഫോമിലായിരുന്നു. ഇവിടെ എക്സ്പൊണൻഷ്യൽ അല്ല, എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഡിസ്ക്രീറ്റ് സിഗ്നൽസിലെ എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് a⁻n ഫോമാണ്. കണ്ടിന്യൂസ് ടൈമിലാണെങ്കിൽ e⁻t ഫോമാണ്. അതാണ് ആ ഒരു ഡിഫറൻസ് വരാൻ കാരണം. ഓക്കെ, നിങ്ങൾ അത്രയൊന്നും ആലോചിക്കേണ്ട, ഇത് ഫോം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കാം. അതിനകത്ത് ഫോർ എക്സാമ്പിൾ λ1 = λ2 = 2 ആൻഡ് λ3 = 3. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് λ1 ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ c1 + c2n ഇൻറ്റു 2n പ്ലസ് c3 എന്ന് പറയുന്നത് c3 × 3n. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് റൂട്ട് വരുന്ന സമയത്താണ്. ഇഫ് ദ റൂട്ട്സ് ആർ കോംപ്ലക്സ്, say lambda and lambda star, we can write λ1 = a plus jb, λ2 = a minus jb. Then homogeneous solution is of the form yh of n = r⁻n into a1 cos n theta plus a2 sin n theta, where r = square root of a square plus b square and theta = tan inverse b by a, and a1 and a2 are constant. Okay, ആർ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ് വരുന്നത്, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ r⁻n × a1 cos n theta plus a2 sin n theta, ഇതാണ് ഫോം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു സൈഡിലായിട്ട് പോയിൻ്റായിട്ട് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഹിയർ റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ. ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ നമുക്ക് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷനാണ്, ഇക്വേഷൻ അല്ല, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. നേരത്തെ നമ്മൾ എഴുതിയത് ഹോമോജീനിയസ് ഇക്വേഷനാണ്, ആ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്, അതാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും, നമുക്ക് നേരത്തെ നമ്മൾ അതിൻ്റെ ജനറൽ ഫോംസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആകുമ്പോഴും മൾട്ടിപ്പിൾ റൂട്ട്സ് ആകുമ്പോഴൊക്കെ ഉള്ള ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയത് കാരണം വി ക്യാൻ റൈറ്റ് yh of n = c1 λ1n, ഇവിടെ λ1 എന്ന് പറയുന്നത് 1 ആണ്, 1n പ്ലസ് c2 λ2n 0.5n. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, c1ഉം c2ഉം കണ്ടുപിടിക്കണം. c1ഉം c2ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 3 ലെറ്റ് n = 0. ഓക്കെ, n 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, yh of 0 or y of 0, generally y of 0 = c1 1/0, that is 1 plus c2 × 0.5 that is equal to എന്താണ് 1, that is c1 plus c2, that is equation number 4. and അതുപോലെ let n = 1, then y of 1 = ഈ ഇക്വേഷനകത്ത് y of 1 = c1 1/1, that is 1 plus c2 × 0.5 that is equation number 5. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി, y of 0ഉം y of 1ഉം കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു രണ്ട് ഇക്വേഷൻസും, ഇപ്പോൾ ഇതിനകത്തുനിന്ന് c1ഉം c2ഉം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ 1 ഏതായിരുന്നു, നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഹോമോജീനിയസ് ഇക്വേഷൻ y of n - 1.5 y of n - 1 പ്ലസ് 0.5 y of n - 2 = 0. ആ ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ലെറ്റ് n = 0. ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇതിനകത്ത് n = 0, ദാറ്റ് മീൻസ് എന്ത് കിട്ടും, y of 0 minus 1.5 y of 0 minus 1, that is y of -1 plus 0.5 y of 1 minus 2, that is -1 equal to 0. ഓക്കെ, ദെൻ എന്താണ്, നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് അറിയാം അല്ലേ. Then substitute initial conditions. Initial conditions substitute ചെയ്യുക. initial conditions y of -1 = 1 and y of -2 = 0. ഇവിടെ y of -2 ആണ് കേട്ടോ, ഞാൻ നേരത്തെ y of -1 എന്നാണ് എഴുതിയിരുന്നത്.
അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഓഫ് 0 ഇൻറ്റു 1.5 ഇൻറ്റു -1 y ഓഫ് -1 എന്ന് പറയുന്നത് 1 അപ്പോൾ 1.5 ഇൻറ്റു 1 ഈക്വൽ പിന്നെ 0.5 ഇൻറ്റു y ഓഫ് -2 ദാറ്റ് ഈസ് 0 അപ്പോൾ ആ ടേം 0 വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടും അതിനകത്ത് നിന്ന് y ഓഫ് 0 ഈക്വൽ ടു 1.5 ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 6 ദെൻ അടുത്ത് എന്ത് ചെയ്യണം ലെറ്റ് n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും y ഓഫ് 1 മൈനസ് 1.5 y ഓഫ് 1 മൈനസ് 1 n മൈനസ് 1 അല്ല അപ്പോൾ 1 മൈനസ് 1 പ്ലസ് 0.5 ഇൻറ്റു y ഓഫ് n മൈനസ് 2 ദാറ്റ് ഈസ് 1 മൈനസ് 2 ഈക്വൽ ടു 0 അപ്പോൾ അതിന് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും y ഓഫ് 1 മൈനസ് 1.5 ഇൻറ്റു y ഓഫ് 0 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത് അപ്പോൾ y ഓഫ് 0 ദാറ്റ് ഈസ് 1.5 തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട് പ്ലസ് 0.5 ഇൻറ്റു y ഓഫ് 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ y ഓഫ് മൈനസ് 1 y ഓഫ് മൈനസ് 1 എത്രയാണ് 1 ആണ് അല്ലേ അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ദാറ്റ് ഈസ് y ഓഫ് 1 ഈക്വൽ ടു എന്ത് കിട്ടും ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് 1.5 ഇൻറ്റു 1.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും y ഓഫ് 1 മൈനസ് 1.75 കിട്ടും that is equal to 0 കിട്ടും that is y of 1 equal to 1.75 കിട്ടും 1.75 okay that is equation number 7 then compare ഏതൊക്കെ ഇക്വേഷൻസാണ് കമ്പയർ ചെയ്യേണ്ടത് y of 0യുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ y of 0യുടെ ഇക്വേഷൻസ് ഏതൊക്കെയാണ് ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 6ഉം അതുപോലെ തന്നെ y of 1ൻ്റെ രണ്ട് ഇക്വേഷൻസ് ആയി ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 7ഉം then അപ്പോൾ by comparing equation number 4 and 6 equation number 4ഉം equation number 6ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും c1 plus c2 equal to 1.5 കിട്ടും ഓക്കെ equation number 4 എന്ന് പറയുന്നത് ഇതാണ് c1 plus c2 equal to y of 0 equation number 6 എന്ന് പറയുന്നത് ഇതാണ് y of 0 equal to 1.5 ഓക്കെ അപ്പോൾ രണ്ടിൻ്റെയും LHS സെയിം ആണ് അപ്പോൾ c1 plus c2 equal to 1.5 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടും അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 5ഉം 7ഉം കമ്പയർ ചെയ്യുക 7 ഇതാണ് 5 എന്താ y of 1 equal to c1 plus 0.5 c2 ഇത് y of 1 equal to 1.75 അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും c1 plus 0.572 equal to 1.75 അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 8ഉം 9ഉം ആയിട്ട് കൊടുത്തു ദെൻ ബൈ സോൾവിങ് ഇക്വേഷൻ നമ്പർ 8 and 9 ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ c1 equal to 2ഉം c2 equal to minus 0.5ഉം കിട്ടും അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ c1ൻ്റെ c2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം y of n equal to c1 into 1 raised to n ആയിരുന്നു അതായത് 2 into 1 raised to n മൈനസ് 0.5 into c2 into 0.5 raised to n ആയിരുന്നു ദാറ്റ് ഈസ് മൈനസ് 0.5 into 0.5 ഹോൾ റേസ് ടു n ഇതാണ് നമ്മൾ എന്ത് കിട്ടുന്നത് y of n equal to കിട്ടുന്നത് ദാറ്റ് ഈസ് for n greater than or equal to 0 ആണ് therefore y of n equal to 2 into u of n minus 0.5 into 0.5 whole raised to n u of n n greater than or equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം ഈ കണ്ടീഷൻ എഴുതുന്നതിന് പകരം യു ഓഫ് എൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കാരണം എന്താ യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ n greater than or equal to 0 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ് n less than 0 ആകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ് ഓക്കെ അപ്പോൾ അതിനെ ഇക്വേഷൻ നമ്പർ 10 എന്ന് പറഞ്ഞു കൊടുത്തു ഇക്വേഷൻ നമ്പർ 10 നമുക്ക് അടുത്ത ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത് y f of n is equal to y h of n plus y p of n y h of n എന്ന് പറയുന്നത് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് y p of n എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് അല്ലേ അപ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 3 വി ഹാവ് y h of n equal to c1 plus c2 0.5 whole raised to n അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് വൈ പി ഓഫ് എൻ കണ്ടുപിടിക്കണം വൈ പി ഓഫ് എൻ എന്ന് പറയുമ്പോൾ ഓരോ ഇൻപുട്ടിനനുസരിച്ചിട്ട് ഓരോ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിച്ചതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഫോർ ദ ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 2 raised to n u of n ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം വൈ പി ഓഫ് എൻ ഈക്വൽ ടു k into 2 raised to n u of n അതെങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ജനറൽ ഫോം ഓഫ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഫോർ സെവറൽ ടൈപ്സ് ഓഫ് ഇൻപുട്ട്സ് എക്സ് ഓഫ് എൻ ഇൻപുട്ട് സിഗ്നൽ വൈ പി ഓഫ് എൻ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് അതായത് ഒരു കോൺസ്റ്റൻറ്റ് തരുവാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റ് തരുവാണെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കെ എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ഓക്കെ ഇനി എം റേസ് ടു എൻ യു ഓഫ് എൻ അല്ലെങ്കിൽ എ റേസ് ടു എൻ യു ഓഫ് എൻ അതാണെങ്കിൽ കെ ഇൻറ്റു എം റേസ് ടു എൻ ആയിരിക്കും അതുപോലെ തന്നെ എൻ റേസ് ടു എം യു ഓഫ് എൻ ആണെങ്കിൽ എന്തായിരിക്കും k0 n raised to m plus k1 n raised to m minus 1 plus etc. km ആയിരിക്കും ക്യാപിറ്റൽ n raised to m u of n ആണെങ്കിൽ k raised to
ക്യാപിറ്റൽ എ റേസ് ടു എൻ എൻ റേസ് ടു എം ആണെങ്കിൽ ഇത് നോക്കണ്ട. ക്യാപിറ്റൽ എ റേസ് ടു എൻ ക്യാപിറ്റൽ എ റേസ് ടു എൻ സ്മോൾ ലെറ്റർ എൻ റേസ് ടു എം ആണെങ്കിൽ എ റേസ് ടു എൻ ഇൻറ്റു കെ സീറോ എൻ റേസ് ടു എം പ്ലസ് കെ വൺ എൻ റേസ് ടു എം മൈനസ് വൺ പ്ലസ് എക്സെട്ര കെ എം. അതുപോലെ അടുത്തത് കോസ് ഒമേഗ എൻ യു ഓഫ് എൻ സൈൻ ഒമേഗ എൻ യു ഓഫ് എൻ ആണെങ്കിൽ സി വൺ കോസ് ഒമേഗ എൻ പ്ലസ് സി ടു സൈൻ ഒമേഗ എൻ. പി ഓഫ് എൻ കിട്ടുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈ പി ഓഫ് എൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യം എന്ത് വേണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യാറ്? അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് എന്ത് ചെയ്തു? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ? അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ വൈ പി ഓഫ് എൻ ഷുഡ് സാറ്റിസ്ഫൈ ദ ഡിഫറൻസ് ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ് ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ഓഫ് എൻ മൈനസ് 1.5 വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് 0.5 വൈ ഓഫ് എൻ മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് എൻ അതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് വൈ ഓഫ് എന്നിന് പകരം ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? കെ ഇൻറ്റു 2 റേസ് ടു എൻ യു ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് 1.5 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 1 യു ഓഫ് എൻ മൈനസ് 1 പ്ലസ് 0.5 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 2 ദാറ്റ് ഈസ് കെ ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു യു ഓഫ് എൻ മൈനസ് 2 ഈക്വൽ ടു 2 റേസ് ടു എൻ എക്സ് ഓഫ് എൻ ആണ്. ദാറ്റ് ഈസ് 2 റേസ് ടു എൻ യു ഓഫ് എൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനകത്ത് ഈ പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ എങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ ലെറ്റർ എന്നിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ചൂസ് ചെയ്യണം സച്ച് ദാറ്റ് നോ ടേം വാനിഷസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിതിനകത്ത് കിട്ടുന്നത് n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും ഇക്വേഷൻ? കെ ഇൻറ്റു 2 റേസ് ടു 2 ഇൻറ്റു യു ഓഫ് 2 എന്ന് പറയുമ്പോൾ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? മൈനസ് 1.5 ഇൻറ്റു കെ ഇൻറ്റു 2 റേസ് ടു 2 മൈനസ് 1 ഇൻറ്റു യു ഓഫ് 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ യു ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരും യു ഓഫ് 1 അല്ലേ? യു ഓഫ് 1 ഇവിടെ വരും. യു ഓഫ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും 2 എക്സെട്ര. അത് അങ്ങനെ ഇൻഫിനിറ്റി ആയി പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ? അടുത്ത് വരുന്നത് 0.5 കെ 2 റേസ് ടു 2 മൈനസ് 2 ഇൻറ്റു യു ഓഫ് 2 മൈനസ് 2 എന്ന് പറയുമ്പോൾ യു ഓഫ് 0യുടെ വാല്യൂ എന്താ? ഇവിടെ വരും 1 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റേസ് ടു 2 ഇൻറ്റു യു ഓഫ് 2 എന്ന് പറയുമ്പോൾ അഗെയിൻ ഇതവിടെ വരും. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 ആണ്. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്തു. കെ ഇൻറ്റു 4 2 റേസ് ടു 2 എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു 4 മൈനസ് 1.5 ഇൻറ്റു കെ ഇൻറ്റു 2 പ്ലസ് 0.5 കെ ഈക്വൽ ടു 4 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കെ ഈക്വൽ ടു 8/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നത് എങ്ങനെയാണ് ഇപ്പോൾ n ഈക്വൽ ടു 2 എന്ന് എടുത്തത് n ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറും. സപ്പോസ് സ്മോൾ ലെറ്റർ n ഈക്വൽ ടു +1 കൊടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കെ ഇൻറ്റു 2 റേസ് ടു 1 യു ഓഫ് 1. കുഴപ്പമില്ല. കെ ഇൻറ്റു 2 റേസ് ടു 1 എന്ന് പറഞ്ഞപ്പോൾ കെ ഇൻറ്റു 2 ഇൻറ്റു യു ഓഫ് 1ൻ്റെ വാല്യൂ 1 ആണ്. ആ ടേം വാനിഷ് ചെയ്യുന്നില്ല. അതായത് വാനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 0 ആവുന്നില്ല. ഇനി അടുത്ത ടേം നോക്കുക. 1.5 ഇൻറ്റു കെ ഇൻറ്റു 2 റേസ് ടു നമ്മൾ n ഈക്വൽ ടു 1 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ 2 റേസ് ടു 1 മൈനസ് 1 ദാറ്റ് ഈസ് 2 റേസ് ടു 0 ഇൻറ്റു 2 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ് ഇൻറ്റു യു ഓഫ് 1 മൈനസ് 1 ദാറ്റ് ഈസ് യു ഓഫ് 0. യു ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു ഓഫ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ആ ടേമിനും പ്രശ്നമൊന്നും വരുന്നില്ല. പ്ലസ് അടുത്ത ടേം നോക്കുക. 0.5 കെ ഇൻറ്റു 2 റേസ് ടു 1 മൈനസ് 2 അല്ലേ? n ഈക്വൽ ടു 1 കൊടുത്ത് നോക്കുകയാണ് കേട്ടോ. 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2 റേസ് ടു -1 വരും ഇൻറ്റു യു ഓഫ് 1 മൈനസ് 2 യു ഓഫ് -1 വരും. യു ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ യു ഓഫ് എൻ. യു ഓഫ് -1 എന്ന് പറയുമ്പോൾ എന്താ? 0 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? 0 ഇൻറ്റു ഈ ടേം വരും 0.5 ഇൻറ്റു 2 റേസ് ടു -1 വരും. അപ്പോൾ ഈ ടേം എന്ത് ചെയ്ത് പോവും? വാനിഷ് ചെയ്ത് പോവും. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി n ഈക്വൽ ടു 0 വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. അതും ആ കേസിലും ഇതുപോലെ വാനിഷ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ n ഈക്വൽ ടു 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനകത്ത് ഏത് വാല്യൂ കൊടുത്താലാണ് വാനിഷ് ചെയ്യാത്തത് നോക്കുക. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ പി ഓഫ് n ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. 3.5 അല്ല, സോറി, 8/3 2 റേസ് ടു n യു ഓഫ് n. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ. അടുത്ത നമ്പർ ഇടുക, ഇക്വേഷൻ നമ്പർ 12. ഓക്കെ,
Therefore, YF of n equal to C1 plus C2 into 0.5 whole raised to n. That is YH of n plus YP of n എന്ന് പറയുന്നത് 8/3 2 raised to n. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം കഴിഞ്ഞ ഇതിൽ നാച്ചുറൽ റെസ്പോൺസിൽ നമ്മൾ ചെയ്തുള്ളതുപോലെ തന്നെ ആദ്യം n equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y of 0 equal to എന്ന് പറഞ്ഞാൽ കിട്ടും C1 plus C2 0.5 whole raised to 0 plus ഇവിടെ ഒരു അഡീഷണൽ ടേം കൂടി ഉണ്ടാവും 8/3 ഇൻറ്റു 2 raised to n u of n, അതിനകത്ത് 2 raised to 0, അതിനകത്തുനിന്ന് എന്ത് കിട്ടും? C1 plus C2 plus 8/3 equal to y of 0. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 40. അടുത്തത് n equal to സ്മോൾ ലെറ്റർ n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y of 1 equal to C1 plus C2 0.5 whole raised to 1 plus 2 raised to 1 into 8/3 കിട്ടും. അതിനകത്തുനിന്ന് C1 plus C2 equal to 0.5 plus 16/3 കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 15. ഇനി അടുത്ത് എന്താ? സിമിലർലി ഫ്രം ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതിനകത്തുനിന്ന് എന്ത് കിട്ടും? y of n മൈനസ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് n equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y of 0 equal to എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. y of 0 equal to അതിനകത്ത് x of n കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ y of 0 equal to എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും? y of 0 minus 1.5 y of minus 1 plus 0.5 y of minus 2 equal to 2 raised to 0 കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷനിലെ y of 0യും y of 1ഉം കണ്ടുപിടിക്കുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താ? ഫോഴ്സ്ഡ് റെസ്പോൺസ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താ? ഇനീഷ്യൽ കണ്ടീഷൻസ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലേ? ഇനീഷ്യൽ കണ്ടീഷൻസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് y of -1 ഈക്വൽ ടു y of -2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതല്ലേ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ്. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y of 0 equal to 1 എന്ന് കിട്ടും. അതിനെ ഇക്വേഷൻ നമ്പർ 16 ആയിട്ട് കൊടുക്കുക. ഇനി n equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. അതിനകത്തുനിന്ന് എഗെയിൻ ഇനീഷ്യൽ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y of 1 equal to 3.5 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 70. ഇനി നമ്മൾ എന്ത് ചെയ്യണം? y of 0യുടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ടും കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 14 ആൻഡ് 16. ഇക്വേഷൻ നമ്പർ 14 ഇതാണ് y of 0യുടെ ഇക്വേഷൻ. 16 എന്ന് പറയുന്നത് ഇതാണ് y of 0 equal to 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C1 plus C2 equal to -5/3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമ്മൾ എന്താ കമ്പയർ ചെയ്യേണ്ടത്? ബൈ കമ്പയറിങ് ഇക്വേഷൻസ് 15 ആൻഡ് 17. ഇക്വേഷൻ നമ്പർ 15 ആൻഡ് 17. ഇക്വേഷൻ നമ്പർ 15 എന്ന് പറയുന്നത് ഇതാണ് y of 1ൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, y of 1ൻ്റെ ഇക്വേഷനാണ്. അതുപോലെ 17 എന്ന് പറയുന്നതും y of 1ൻ്റെ വേറൊരു ഇക്വേഷനാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഗെയിൻ ഒരു ഇക്വേഷൻ കിട്ടും. C1 plus 0.5 C2 ഈക്വൽ ടു -11/16 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, രണ്ട് അൺനോൺസ് ആണുള്ളത്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെ? C1 plus C2 equal to -5/3, C1 plus 0.5 C2 equal to -11/6. ഇത് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബൈ സോൾവിങ് C1 equal to -2 കിട്ടും, C2 equal to 1/3 കിട്ടും. Therefore we will get forced response YF of n equal to -2 into 1 raised to n plus 1/3 0.5 whole raised to n plus 8/3 2 raised to n for n greater than or equal to 0. or ഈ കണ്ടീഷന് പകരം നമ്മൾ എന്ത് ചെയ്യുക? u of n വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, then total response y of n equal to y natural response plus y forced response. Okay, yh of n അല്ല, y natural response plus y forced response. രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യുക, സോൾവ് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഇക്വേഷൻ ഇതുപോലെ കിട്ടും. -1/6 0.5 whole raised to n u of n plus 8/3 2 raised to n u of n. ഇതാണ് നമ്മളെ ടോട്ടൽ റെസ്പോൺസ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ചില ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇഫ് ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ നോട്ട് ഗിവൺ then to find total response we need to find forced response only. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവില്ല, എന്നിട്ട് ഫൈൻഡ് ടോട്ടൽ റെസ്പോൺസിനോ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ടോട്ടൽ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം.
അപ്പോൾ അവിടെ നാച്ചുറൽ റെസ്പോൺസ് ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അവിടെ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കേണ്ട, കാരണം നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കേസുകളിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസസിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ y of -1, y of -2, y of -3 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് കേസസുകളുണ്ടാവും. നമ്മൾ സാധാരണ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നിട്ട് തരുന്നത് അതൊക്കെയാണ്. അപ്പോൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് ആകുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്താ നമ്മൾ കൊടുക്കുക, 0 ആയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ ഇനി ചില ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാനുള്ളതിന് ഒന്നും ചെയ്യേണ്ട, എക്സ് ഓഫ് എന്നിന് പകരം എന്ത് കൊടുക്കുക, ഡെൽ ഓഫ് എൻ കൊടുക്കുക. അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡെൽ ഓഫ് എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെൽ ഓഫ് എന്നിന് ഒരു പ്രത്യേകത ഉണ്ട്. വൈ പി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഡെൽ ഓഫ് എന്നിൻ്റെ കേസിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടു ഫൈൻഡ് ദ സ്റ്റെപ്പ് റെസ്പോൺസ് ടേക്ക് എക്സ് ഓഫ് എൻ ഈക്വൽ ടു യു ഓഫ് എൻ. യു ഓഫ് എൻ ആകുമ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, എന്താണ് കെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ സംഭവം, അതായത് സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3 രീതിയിൽ ചോദിക്കാം. അതായത് ഒബ്റ്റെയിൻ ദ നാച്ചുറൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ്ഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ റെസ്പോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ റെസ്പോൺസ് ആണെങ്കിൽ ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഇനി ഈ രണ്ടും കണ്ടുപിടിക്കുന്നതിൽ തന്നെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത പ്രോബ്ലംസ് ആണെങ്കിൽ ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, ഫോഴ്സ്ഡ് റെസ്പോൺസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ.